ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. സോ എന്താണ് പ്രിപ്പോസിഷൻസ്? ഒരു സെൻറ്റൻസിലെ വേർഡ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും പ്രിപ്പോസിഷൻസ് നമ്മൾ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ്, പ്രിപ്പോസിഷൻസ് ഓഫ് ടൈം ആൻഡ് പ്രിപ്പോസിഷൻസ് ഓഫ് ഡയറക്ഷൻ. സ്ഥലത്തെ സൂചിപ്പിക്കാനുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്, സമയത്തെ സൂചിപ്പിക്കാനുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിറക്ഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ സൂചിപ്പിക്കാനുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പോസിഷൻസ് ഓഫ് പ്ലേസ് ആണ്. സോ നമുക്ക് തുടങ്ങിയാലോ? സോ ഫസ്റ്റ് വൺ, ഇന്ന് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുക? എൻക്ലോസ്ഡ് സ്പേസ്, അതായത് ഒരു ക്ലോസ്ഡ് സ്പേസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അരികുകളുള്ള ബൗണ്ടറീസ് ഉള്ള ഒരു സ്പേസിനകത്ത് ഒരു വസ്തു ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ബോൾ ഈസ് ഇൻ ദ ബോക്സ്, ബോക്സിനുള്ളിലാണ് ബോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവർ റൂമിലാണെന്ന് എങ്ങനെയാണ് പറയാം? ദേ ആർ ഇൻ ദ റൂം. റൂം എന്ന് പറയുന്നതും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, നമ്മൾ വലിയ സ്ഥലങ്ങൾക്ക് മുമ്പിലും നമ്മൾ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. കൺട്രീസ്, സിറ്റീസ്, ടൗൺ, സ്റ്റേറ്റ്സ്, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഹി ലിവ്സ് ഇൻ ഫ്രാൻസ്, അവൻ ഫ്രാൻസിലാണ് ജീവിക്കുന്നത്. സോ ഇന്നാണ് വലിയ സ്ഥലങ്ങളുടെയൊക്കെ മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടച്ചുറപ്പുള്ള ചെറിയ വാഹനങ്ങൾക്കുള്ളിലാണെന്ന് പറയാൻ വേണ്ടിയിട്ടും നമ്മൾ ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. കാറ്, ടാക്സി പോലെയുള്ളത്. ഫോർ എക്സാമ്പിൾ, ഷി ഈസ് ഇൻ ദ കാർ, അവൾ കാറിനുള്ളിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രിപ്പോസിഷനാണ് ഓൺ. ഓൺ നമ്മൾ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക? ഒരു പ്രതലത്തിലാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, ഒരു സർഫസിലുള്ള ഒരു വസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ, ടേബിളിന് മുകളിലാണ് ബുക്ക്, അല്ലെങ്കിൽ ടേബിളിൻ്റെ പ്രതലത്തിലാണ് ബുക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫ്ലോർ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ ഫ്ലോർ ഉണ്ടല്ലോ. ഫ്ലോറിൻ്റെ കേസിലും നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മെൻസ് ക്ലോത്ത്സ് ആർ ഓൺ ദി സെക്കൻഡ് ഫ്ലോർ, ആണുങ്ങളുടെ ക്ലോത്ത്സ് സെക്കൻഡ് ഫ്ലോറിലാണ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട്, അടച്ചുറപ്പുള്ള ചെറിയ വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞു. സോ ഓൺ യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ മുൻപിലാണ്. അതായത് ബസ്, ട്രെയിന്, ഷിപ്പ്, പ്ലെയിനൊക്കെ പോലെയുള്ള വലിയ വാഹനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഓൺ ദി ബസ് നൗ, ഞാനിപ്പോൾ ബസ്സിലാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രിപ്പോസിഷനാണ് അറ്റ് എന്ന് പറയുന്നത്. അറ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? കൃത്യമായിട്ടുള്ളൊരു സ്ഥലത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ സ്പോട്ട്, ഒരു സ്പെസിഫിക് സ്പോട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് അറ്റ് ദി ബസ് സ്റ്റോപ്പ് നൗ, ആളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലാണ്. ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്ലേസ് ആണ് അല്ലേ? അതുപോലെ തന്നെ ഇവൻസിൻ്റെ മുൻപിലും നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. പാർട്ടി, അതുപോലെ തന്നെ കോൺസേർട്ട് എന്ന പോലെയുള്ള ഇവൻസിൻ്റെ ഒക്കെ മുൻപിൽ. ഫോർ എക്സാമ്പിൾ, ഐ വാസ് അറ്റ് എ പാർട്ടി ലാസ്റ്റ് നൈറ്റ്, ഞാൻ ഇന്നലെ ഒരു പാർട്ടിയിലായിരുന്നു. സോ പാർട്ടിയുടെ മുമ്പിൽ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. അടുത്ത പ്രിപ്പോസിഷനാണ് ബിഹൈൻഡ് എന്ന് പറയുന്നത്. ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ എന്നാണ് അർത്ഥം, ബാക്ക് ഓഫ് സംതിങ്. ഫോർ എക്സാമ്പിൾ, മൈ ബൈക്ക് ഇസ് പാർക്ക്ഡ് ബിഹൈൻഡ് ദ ബിൽഡിംഗ്, ബിൽഡിങ്ങിന് പിറകിലായിട്ടാണ് ഞാൻ എൻ്റെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ, ഇൻ ഫ്രണ്ട് ഓഫ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹൈൻഡ് നേരെ ഓപ്പോസിറ്റ്, മുന്നിൽ എന്നാണ് അർത്ഥം. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് കമ്പ്യൂട്ടർ, അവൻ അവൻ്റെ കമ്പ്യൂട്ടറിന് മുന്നിലാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, അബവ്. അബവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെങ്കിലും മുകളിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ഹയർ പൊസിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ദർ ഇസ് എ മിറർ അബവ് ദ സിങ്ക്, സിങ്കിന് മുകളിലായിട്ട് ഒരു മിററുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, അണ്ടർ. അണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ചുവട്ടിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മേരി ഈസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ, ഒരു മരത്തിന് ചുവട്ടിൽ മേരി ഇരിക്കുന്നു. സോ മരത്തിന് ചുവട്ടിൽ അല്ലെങ്കിൽ മരത്തിനടിയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അണ്ടർ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, ബിസൈഡ് എന്ന് പറയുന്നത്. ബിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത്, അരികിലായിട്ട്, അടുത്തായിട്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഹീ ഈസ് സ്റ്റാൻഡിങ് ബിസൈഡ് മീ, അവൻ എൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബിറ്റ്വീൻ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിലൊക്കെയാണ് നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, രമ ഈസ്
സിറ്റിംഗ് ബിറ്റ്വീൻ ലത ആൻഡ് ഗീത. ലതൻ്റെയും ഗീതൻ്റെയും നടുവിലാണ് ജമ ഇരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബിറ്റ്വീൻ ആണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് വൺ അമങ്. ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒരു വസ്തു ഉണ്ടെങ്കിലാണ് അല്ലെ. അമങ് എന്ന് പറയുന്നത് ഒരുപാട് വസ്തുക്കളുടെ ഇടയിൽ ഒരു വസ്തു ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്ക് ഇടയിൽ ഒരാളുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അമങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹൗസ് അമങ് ദ ട്രീസ്, മരങ്ങൾക്കിടയിലുള്ള ഹൗസ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് നമ്മൾ പാർട്ട് 2 and 3 കവർ ചെയ്യുന്നതാണ്. പ്രപ്പോസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പ്രപ്പോസിഷൻസ് ഓഫ് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും പ്രപ്പോസിഷൻസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ. താങ്ക് യു.